എന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാലേ നോക്കി ശരിയാക്കാം. ഇതാണ് അച്ഛന്റെ കുഴപ്പം. എന്തിനാണ് അസുഖം? അവള് പോകുന്നിടം വരെ ഞാനുണ്ടാവും. നിന്നെ ഞാൻ കൊല്ലും. പേടിയാവണോ? ഈ വീട് ഇഷ്ടപ്പെട്ടില്ലേ? അപ്പൊ നമ്മുടെ സോമനച്ഛന്റെയും ശാന്തമ്മയുടെയും പുതിയ വീട്ടിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ വീട് ചെറിയ ചെറിയ മുടുക്കിൻ്റെ അകത്തൂടെ കയറിയാണ് പോവാൻ. നമുക്ക് തുറക്കാം. ഓക്കെ, ഇതാണ് വീട്. ഇതിൻ്റെ അകത്ത് അവിടെ ചൂടായതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറിയെന്നാണ് പറഞ്ഞത്. ഓക്കെ, അവിടെ ഇരുന്നോ, കുഴപ്പമില്ല. അപ്പൊ വിഷു, ഹാപ്പി വിഷു. ആ, വിഷു കഴിഞ്ഞിട്ട് തന്നില്ലേ? അച്ഛൻ തന്നില്ലേ വിഷു കഴിഞ്ഞിട്ട്? അയ്യോ, ഇവിടെ ആളവിടെ പോയി. ഇതാണ് നമ്മുടെ പുതിയ വീട്. അടുക്കള, ചെറിയ അടുക്കള. ഇതെന്താ ചെയ്ത്? ഇതെന്തിന്? ഇതെന്തിനുള്ള മരുന്ന്? ആര് വാങ്ങിച്ചെന്ന്? ഞാൻ വാങ്ങിയോ? അച്ഛൻ എന്തിനെന്ന് പറഞ്ഞു വാങ്ങിച്ച്? മെഡിക്കൽ ഷോപ്പിൽ പറഞ്ഞു വാങ്ങിയോ. എന്തിന്? എന്നു പറഞ്ഞു? ലിവർ എവിടെ ഇരിക്കണേ? അച്ഛന്റെ ലിവർ എവിടെ ഇരിക്കണേ? അത് അപ്പം ദിവസം വലിയ ഗുളിക കഴിക്കാമോ? ലിവറാ ഹാർട്ടാ? ഹാർട്ട് എൻ്റെ അല്ല, ലിവറിന്റെ എന്ത് പറ്റി? ലിവർ പണ്ട് അതെങ്ങനെ മനസ്സിലായി ലിവറിനാണ് കംപ്ലൈന്റ്? എനിക്കറിയാം. വേദനകൾ വരുമ്പോൾ എനിക്കത് മനസ്സിലാവും. അങ്ങനെയല്ല, ഇപ്പോൾ ഡോക്ടറെ കാണിക്കാതെ അതൊന്നും വേണ്ട. ഡോക്ടറെ കാണിക്കാൻ നല്ല രേഖ കൊടുക്കാൻ ഇവിടെ നമ്മളെന്താ അച്ചടിച്ച് വെക്കുന്ന പൈസ? അങ്ങനെയല്ല, ഡോക്ടറെ കാണിച്ചാലല്ലേ അവര് പറയുള്ളൂ ലിവറിനാണ്. അല്ല, അതൊക്കെ പണ്ട് ഞാൻ നോക്കിയതാണ്. ഇത് കഴിക്കണേ ലിവർ ഹിസ്റ്ററി നല്ലതാണ്, ലിവറിനുള്ളതാണ്. പക്ഷെ നമ്മൾ ഡോക്ടറോട് ചോദിക്കാതെ കഴിച്ചാൽ പണി കിട്ടും. വന്നും വരില്ലെന്നല്ല, ഞാൻ എല്ലാ കാര്യത്തിലും പറഞ്ഞ കേൾക്കാതെ വാങ്ങിച്ചു കഴിക്കണാണ്. എന്ത് പറയാച്ച, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് കഴിച്ചെങ്കിൽ അവസാനം ആശുപത്രി കിടക്കേണ്ടി വരും. പിന്നെ ഡോക്ടറെ കാണിച്ചാലല്ലേ മരുന്ന് വരാം. നമ്മളിപ്പോ ഡോക്ടർക്ക് പോയ അയാളെ സ്കാനിങ് വേണം, അത് മറ്റേ വേണം, ഇത് വേണമെന്ന് പറയും. 10-4 രൂപ കൊടുക്കണം. അല്ല, അത് പിന്നെ നമ്മൾ ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞാൽ അത് ഒന്നും വേണ്ട. അതിൽ എഴുതിയിട്ടുണ്ട് ലിവറിൻ്റെ ഇതിൻ്റെ ഹാർട്ടിൻ്റെ ഇതാണ്. ലിവറിന്റെ ഹാർട്ടിന്റെ അല്ല, ലിവറിന് അതെങ്ങനെ അച്ഛന് മനസ്സിലായി ലിവറിന് കംപ്ലൈന്റ് എന്ന്? എനിക്ക് കംപ്ലൈന്റ് വരുമ്പോ എനിക്ക് ഈ വേദന അനുഭവപ്പെടും. വേദന ചിലപ്പോ വേറെ ഗ്യാസിന്റെ ആയിരിക്കും. വേറെ എവിടെയാണ് അച്ഛന്റെ ലിവർ ഇരിക്കണത്? ഈ 2 ഭാഗത്താണ് നമ്മുടെ ലിവർ ഉള്ളത്. 2 ഭാഗത്താണ് ലിവർ ഉള്ളത്. ഓക്കെ. കരള് വീക്കം വരുമ്പോഴാണ് നമുക്കിവിടെ വേദന പറഞ്ഞത്. ശരി. ഓക്കെ. അതിനുള്ള മരുന്ന് പണ്ട് ഞാൻ കഴിച്ചതാണ്. അതുകൊണ്ടാണ് അത്രയും നേരിട്ട് പോയി വാങ്ങിച്ചത്. ഇത് ഞാൻ ഒരിടത്ത് പറഞ്ഞപ്പോ ഏത് ഡോക്ടർ എഴുതിയാലും ലിവറിന്റെ കൂടെ ഇതാണ്. പിന്നെ ഓക്കുള്ള രക്തം ഉണ്ടാകാനുള്ള മരുന്ന് അതാണ്. അതല്ല മറ്റേ ഡെസ്റ്റോറഞ്ച്. ഇതാണ് ഇവിടുത്തെ ഡോക്ടർമാർ എഴുതുന്നത്. അത് കൊടുത്താൽ ശരിയാവുന്നതാണ്. അല്ല, ഇതില് ഫോളിക് ആസിഡും കിടക്കയില്ലേ? അപ്പം അമ്മയ്ക്ക് ഫോളിക് ആസിഡ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഡോക്ടർ കഴിക്കണ്ടെന്ന് പറഞ്ഞത്. അതുകൊണ്ട് ഡോക്ടറിനെ ചോദിക്കാതെ വാങ്ങിച്ച് കഴിക്കില്ല. ഫോളിക് ആസിഡ് കാരണം ഇത് കണ്ടന്റ് കൊടുത്തോണ്ടിരുന്നപ്പോഴാണ് ഫോളിക് ആസിഡ് കൂടുതലാണെന്നുണ്ടെന്ന് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഡോക്ടറിനോട് ചോദിക്കാതെ ഒന്നും വാങ്ങിച്ച് കഴിക്കില്ല. കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അതല്ല, ഈ വെറുതെ പൈസ കൊണ്ടിട്ടുള്ള നമുക്ക് ഭ്രാന്തുണ്ടാവും. ഇപ്പൊ അന്ന് അവിടെ പോയിട്ട് 4500 റുപ്യല്ലേ അവിടെ? അതാവും, പൈസയാവും. എന്തിട്ട് ഇത് എവിടെ നിന്ന് ധർമ്മത്തിന്? അല്ല, അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോ നമുക്ക് അന്ന് മനസ്സിലായില്ല വേറെ കുഴപ്പം, അമ്മയ്ക്ക് വേറെ കുഴപ്പമില്ലെന്ന് മനസ്സിലായില്ലേ? അതിന് കുഴപ്പമില്ല എന്നുള്ളത് എനിക്കറിയാം. പിന്നെ നമ്മൾ എന്തിനാ ആശുപത്രി പോയത്? രക്തക്കുറവ് ആണ്. അത് ഞാൻ അയാളോട് പറഞ്ഞു. അയാൾ അംഗീകരിക്കുന്നില്ല.
ഉണ്ടാ രക്തക്കുറവാണ് ഓക്കുള്ള സൂക്കേടെന്ന് ഞാൻ പറഞ്ഞാണ്. ഓക്കെ. അത് അയാൾ അംഗീകരിച്ചില്ല ഡോക്ടർ. ആ അവരൊരു 16 ടെസ്റ്റ് 4000 ഓക്കെ. ഇപ്പൊ എങ്ങനെ പുതിയ വീട് അങ്ങനെ ഇഷ്ടപ്പെട്ട? ഇവിടുന്ന് അപ്പോഴേ ഇറങ്ങി പോണോ ഇവിടുത്തെ പോകാൻ നോക്കി. ഇവിടുന്ന് എന്ന് മാറാൻ പോണ? ഇവിടുന്ന് ഇനിയിപ്പോ മാറണേ നമുക്ക് അഡ്വാൻസ്. അമ്മയ്ക്കാണ് ഇവിടെ ഓട്ടോ അല്ലേ, എന്ന് മാറണം. വീട് എവിടെ നോക്കിയിട്ടുണ്ട്. വീട് പുതിയ വീട് നോക്കിയിട്ടുണ്ടോ? ഓക്കെ. ഇത് നോക്കേ ഇവിടുന്ന് 2 കട്ടിലിട്ടാൽ ഇതിനെ കൊണ്ട് കടക്കാൻ പറ്റില്ല. ഒരു പാത്രമുണ്ട്, അത് കക്കൂസിൽ പോയാൽ അതൊന്നും മരം പുറത്തേക്ക് പോകുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് പോകുന്നില്ല. അത് അവരെ അവസാനം വിളിച്ച് പറയാത്തത് ആരെ പറഞ്ഞിട്ടുണ്ട് കാര്യം? ഞാൻ വീട് മാറും. ഇനിയിപ്പോ അതിന് നമുക്ക് അഡ്വാൻസ് കൊടുക്കാൻ അഡ്വാൻസ് മുടക്കി തരുമോ? അവരിപ്പോ തരുമെന്ന് അറിഞ്ഞൂടല്ലോ. നമ്മള് ഇവിടെ അടുത്തുണ്ട് അടുത്താണ്. പക്ഷെ അത് നമുക്ക് അഡ്വാൻസ് കൊടുക്കാം, കുഴപ്പമില്ല. എങ്ങനെ ഇത് അന്നെ കൊല്ലുക എന്ന് പറഞ്ഞാൽ എനിക്കത് അല്ല, പെട്ടെന്ന് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡ്വാൻസ് നമ്മളോട് ഞാൻ ഈ മാസം ലാസ്റ്റ് മാറും. ഈ മാസം ലാസ്റ്റാ? ഈ മാസം ലാസ്റ്റ് അല്ലെങ്കിൽ അടുത്ത മാസം 8-ാം തീയതിക്കകത്ത് മാറും. 8-ാം തീയതിക്കുള്ളിൽ മാറും. അപ്പൊ വീട് റെഡിയായ? വീടൊക്കെ ഓക്കെയാണ്. എന്നാ പിന്നെ പെട്ടെന്ന് മാറണം. നാളെ റെഡിയാക്കോളാം. എല്ലാം നല്ല സൗകര്യങ്ങൾ ചുറ്റോടെ അക്ഷരാണെന്ന് മാത്രം. ഇത് നോക്ക് എന്താണ് കോല. ഇതിലെന്ന ഒരു മനുഷ്യനാണ് കടക്കാൻ കഴിയുന്നത്. ഇത് ബെഡ്റൂം ആണല്ലേ? ഈ ബെഡ്റൂമിൽ ഇപ്പൊ സ്ഥലമില്ലേ? ഈ ബാത്റൂമിൽ പോകുന്നതാണ് നമുക്ക് കഷ്ടം. അതാണ് മുകളിലേക്ക്. അവിടെ അല്ലേ? ഞാൻ മുകളിൽ എന്താക്കിയേക്കാം. മറ്റേ ഈ വെള്ളത്തിന് മാസം 1000-2000 കൊടുക്കണം. പേടിയാവണ? ഈ വീട് ഇഷ്ടപ്പെട്ടില്ലേ? പഴയ വീട് ഇഷ്ടമാണോ? വന്നപ്പോഴേ ഇഷ്ടമല്ല. കരയണ? പഴയ വീട് ഇഷ്ടപ്പെട്ട? പഴയ വീട് ഇഷ്ടപ്പെട്ട? ഈ വീടാണ് ഇഷ്ടപ്പെട്ട? ചൂടാണ് അവിടെ കിടന്ന് ചത്താ മതി. ഏട്ടനുണ്ടായ പേടുണ്ടാവില്ല പോലും. ഞാൻ ഈ മന്ത്രവാദ തന്ത്രോ ഈ തരികട മുഴുവൻ അറിയുന്നതാണ്. മന്ത്രമൂർത്തി വരെ ഉള്ള ഒരാളാണ് ഞാൻ. നല്ല മണം അടിക്കുന്നു. നല്ല മണമുണ്ട്. അതെങ്ങനെ? നല്ല മണം മണക്കുന്നുണ്ട്. അമ്മ പിന്നെ എല്ലാത്തിനും സപ്പോർട്ടാണല്ലോ. എല്ലാത്തിനും അച്ഛന്റെ എല്ലാ നല്ല കാര്യത്തിനും സപ്പോർട്ട്. അങ്ങനെയല്ല, അച്ഛൻ നോക്കണം കരുതിയിട്ട് അച്ഛൻ ചെയ്യുന്നത് ശരിയല്ലല്ലോ. നമ്മള് മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ അടിച്ചു പോവും. അപ്പം നമ്മളിപ്പോ മദ്യപിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലിവർ അടിച്ചു പോവും. ജീവിതം എന്റെ കാര്യം പറയാം. എത്ര വയസ്സായി? 83 കഴിഞ്ഞ് 84 തുടങ്ങുന്ന ഈ അടവ് 10-ാം തീയതി. 84 വയസ്സായില്ലേ? മേടം അടുത്ത മാസം 84-ലേക്ക് ഇറങ്ങും. 84 വയസ്സായപ്പോഴാണ് വരത്തെന്ന് പറയണേ. ഇത്രയും കാലം ജീവിച്ചില്ല കുട്ടിയെ. ഞാൻ പോരെ. ഇത്രയും കാലം അന്തസ്സായിട്ട് അതാണ് കറക്റ്റ്. അത് അമ്മ പറഞ്ഞ കറക്റ്റ് കേട്ടാ. മരിക്കുമ്പോ മരിക്കണം അല്ലേ? മരിക്കും. ആരും ഇവിടെ ഒന്നും ചെയ്യാൻ പോണില്ല. അപ്പൊ പിന്നെ നല്ലതായിട്ട് മരിക്കണമെന്നുണ്ടെങ്കിൽ പിന്നല്ലാണ്ട്. അമ്മ ഇപ്പൊ നല്ല ഉഷാറായി. പിന്നെ അമ്മ പറഞ്ഞ കറക്റ്റാണ്. കാരണം മരിക്കുമ്പോ മരിക്കും. പക്ഷെ നമുക്ക് അച്ഛനെ ഈ നമ്മള് മദ്യം വെള്ളം അടിച്ചോണ്ടാണ് ചിലപ്പം ലിവർ കംപ്ലൈന്റ് ആയി വേദനിക്കുന്നത്. അപ്പൊ വീണ്ടും ഇത് കഴിച്ചിട്ട് ടച്ചിങ്സ് ആയിട്ട് കഴിക്കുകയാണ് ഇത്. രാത്രി മാത്രം കിടക്കുമ്പോ ഒരു ഗുളിക കഴിക്കാം. പിന്നെ ഉപകാരം എന്താണ് ഇതല്ലേ? എന്താണ്? ആയുർവേദമല്ല, മറ്റേ ഹോമിയോപ്പതി പോകുന്ന ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ നിന്ന് കൊണ്ട് കാണിച്ചിട്ട് പക്ഷെ ഹോമിയോയില് വരുന്നില്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛനാണ് ഓരോ അസുഖങ്ങൾ വരുത്തി വെക്കണം, ഓരോ മരുന്ന് കഴിക്കാൻ. കണ്ടേ
അച്ഛനൊന്നുമില്ല. ആദ്യം ഈ കുറ്റിയും കളഞ്ഞ് മറ്റേ ഡ്രിങ്ക്സും കളഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്റെ അസുഖം മാറി കിട്ടും. ഇതെല്ലാം കൂടെ വലിച്ചു കയറ്റിയിട്ട് അമ്മ ആശുപത്രി കൊണ്ടുപോകണം അല്ലേ? ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അച്ഛൻ ആരോഗ്യത്തോടെ ഇരിക്കും. ഇതെല്ലാം കഴിച്ചിട്ട് അമ്മ ആശുപത്രി കൊണ്ടുപോകണമെന്ന് അമ്മ ഇംഗ്ലീഷിൽ കൊണ്ടുപോയി. അന്ന് ഇഞ്ചക്ഷനൊക്കെ കഴിച്ച ഓർമ്മയുണ്ടോ? തടി കുറയും തോറും നമുക്ക് ഇത് തടി കുറഞ്ഞതല്ല, ഇത് ക്ഷീണിച്ചിരിക്കണ്. ഇത് നല്ല ക്ഷീണിച്ച്. അല്ല, എനിക്കിപ്പം ജീവിക്കണമെന്ന് തീരെ മനസ്സില്ല. വെറുപ്പ് ജീവിതേ വേണ്ട. ഇവള് എന്ന് നന്നാകുന്നു അല്ലെ അവളെന്ന് മരിക്കുന്നു, അതുവരെ എനിക്ക് ജീവിക്കണം. അത് കഴിഞ്ഞാൽ എനിക്ക് ജീവിതം വേണ്ട. ഞാൻ അത്ര കണക്കൂട്ടിലുള്ളത്. പക്ഷെ അവക്ക് ഞാനില്ലാതെ ആവില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പിടിച്ചേക്കാണ്. അവക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ജീവിക്കണം. സമാധാനം വേണ്ട. ഞാൻ ഒരാളെ കഷ്ടപ്പെടുത്തില്ല, ബുദ്ധിമുട്ടിച്ചില്ല ജീവിക്കുന്ന ഒരു മനുഷ്യനല്ല, അല്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അതിനെയൊക്കെ പറ്റി ആലോചിക്കുമ്പോൾ ഒരുപാട് വേദന ഉണ്ട്. അത് വിചാരിക്കുന്ന ആളല്ല ഞാൻ. എത്ര വെള്ളം അടിച്ചാണ് ഞാൻ ഒരു ദിവസം 1 ലിറ്റർ സാധനം അടിക്കുന്നതാണ്. കാലത്ത് 12 വയസ്സിൽ നാടൻ ചാരായം മാറ്റിയെടുത്ത് ചിരട്ടയിൽ അരച്ച് കുടിച്ച ശീലിച്ചാണ്. എന്നിട്ട് 83 വയസ്സ് വരെ ഞാൻ ജീവിച്ചു. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ശരീരം, ഞാൻ ആരായിരുന്നു എന്നുള്ള ആർക്കെങ്കിലും അറിയില്ല. ഓടി ഒരടി അടി ഭക്ഷണം കൊടുക്കലും നല്ലപോലെ നോക്കിക്കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണതല്ലേ? ഞാൻ നോക്കൂ, തിന്നിട്ടില്ലെങ്കിൽ ഞാൻ തൊള്ളയിൽ കൊടുക്കും. അങ്ങനെ നോക്കിയതാണ്. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കൊണ്ടു നടക്കും. അതിനെക്കൊണ്ട് എനിക്ക് ദൈവം എനിക്കൊരു കുറ്റവും പറയില്ല, ദൈവത്തിന് ഒന്നും പറയില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഭർത്താവിനെ നോക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കി എന്നെ ഈ കോലത്തിലാക്കിയതാണ്. ഞാൻ അന്നൊക്കെ വരുമ്പോ എനിക്ക് ഇത്രയും നോക്കിയിട്ട് ഇപ്പൊ പറയണത് ചാവുമ്പോ ചാവട്ടെ, അതുകൊണ്ട് ഞാൻ എല്ലാം കാണിക്കുമെന്ന്. അതൊന്നും ചെയ്യില്ല. ആദ്യം അച്ഛൻ ആശുപത്രിയിലായത് ഓർമ്മയുണ്ടോ? അന്ന് ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗരറ്റ് വലിക്കരുത്, മദ്യപിക്കരുത്, ഇത്രയും പ്രായമുള്ള ആളാണ്, സർജറി ഒന്നും ചെയ്യാൻ പറ്റൂല, അത്രയും ബുദ്ധിമുട്ടായി പോകും, അതുകൊണ്ട് എല്ലാം നിർത്തിക്കുമെന്നാണ് പറഞ്ഞത്. ഓന്ന് പറഞ്ഞ് ഒരു മരുന്ന് വാങ്ങിച്ചെന്ന് മരുന്ന് കഴിച്ചില്ല. അച്ഛൻ ഒരു ആയുർവേദത്തിൻ്റെ കഷായന്തരോ എന്തോ മരുന്നുണ്ടാക്കി കുടിച്ച് കിറങ്ങിപ്പോയി. അന്ന് ഒരാഴ്ച വയ്യാണ്ട വീണ്ടും കിടന്നു. എന്നിട്ട് എന്തു പറ്റി? വീണ്ടും തുടങ്ങി. സാരമില്ല, ഒന്നും കൺട്രോൾ ചെയ്യുന്നില്ല. എന്നിട്ട് നമ്മള് വരുമ്പം പറയണ് ജീവിതം മടുത്ത്. എൻ്റെ അമ്മ ഇത് കണ്ട, എൻ്റെ ശരീരം മുഴുവൻ നാശമായി. ഇവിടെ വെളിയിരിക്കാത്തത് വെളിയിലെങ്ങനെ? ഇവിടെ TV വെച്ച് സിനിമ കണ്ടിരിക്കല്ലേ. ഇവിടെ നിന്ന് പറഞ്ഞ അയാളുള്ളതാണ്, നമ്മളെപ്പോഴും അവിടെ പോയിരിക്കുന്നത്. അപ്പൊ നമ്മള് വരുമ്പോ അച്ഛൻ ഇങ്ങനെ മരിക്കണമെന്നും അല്ലെങ്കിൽ ജീവിതം അടുത്തെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും കഷ്ടപ്പെട്ടല്ലേ നമ്മൾ നോക്കുന്നത്. ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയുന്നില്ല. അപ്പൊ അമ്മ തന്നെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഇത്രയും കേട്ടോണ്ടിരിക്കുമ്പോൾ പറയണ് ഇതെല്ലാം വയ്യാണ്ട് ഇനി മരിക്കാൻ പോണെന്ന്. അല്ല, എനിക്ക് എന്ന് പറഞ്ഞാ വയ്യാതെ കിടന്ന് ആരെയും ബുദ്ധിമുട്ടിക്കാൻ അത് അപ്പോഴല്ലേ, അത് അപ്പോഴത്തെ കാര്യമില്ലേ? അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യമില്ല. നോക്കേണ്ട നല്ല ആരോഗ്യമുണ്ട്. ഇപ്പോഴും ഒരുത്തന്നെ ഒരു ഇലി ഇടിച്ച എണിക്കണേ, അതിനുള്ള കൊച്ചൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ അന്ന് ഇടിച്ചതാ? അന്ന് എപ്പോഴും എൻ്റെ ഒരു കൈ നിവർത്തി ഒന്ന് കൊടുത്താൽ ഏത് അതിനോട് ഇരിക്കും. അതിനോട് കുറ്റം എനിക്ക് ദൈവം തന്നിട്ടുണ്ട്, ദൈവം തരുന്നതാണ്. എൻ്റെ ആണ്. പക്ഷെ അച്ഛന് 2 കാലിൽ നിൽക്കാനുള്ള ആരോഗ്യം ഇപ്പൊ ഇല്ല, ആടണമെന്ന്. ഇപ്പം വയ്യ പറഞ്ഞാൽ എനിക്ക് എന്താ ഈ കാലിന്റെ ഇപ്പൊ വന്നതിനെ കാട്ടിയും വരെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ? എനിക്കൊന്നും എന്തെന്നറിയില്ല, ഒന്നും ഒരു സമാനമില്ല.
പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാനില്ല. ആ എനിക്ക് നമുക്ക് അവിടെ ഒന്ന് ഹോമിയോപ്പതി ഹോമിയോയില് കാണിക്കണം. ഹോമിയോപ്പതി കാണിച്ചിട്ട് എനിക്ക് കുറിച്ചാലും കാണുമ്പോ സങ്കടം പറഞ്ഞു. അങ്ങനെ നല്ല ഇതിൽ നടന്ന ആളാണ് എന്റെ കല്യാണ സമയത്താ? നല്ല തടിയും ഒക്കെ ഉള്ള എത്ര വയസ്സില്? അല്ല, മക്കള് പറയുന്നത് കള്ളുകൂടുന്നില്ല. ഇപ്പഴേ മണക്കുന്നല്ല. അത് നേരത്തെ ഒരു തുള്ളി ചേർത്തിട്ടുണ്ട് അവിടെ വെച്ചിരുന്നു. അത് തീർന്ന ലിവറിന് വേദനയാണെങ്കിൽ ഈ സാധനം എടുക്കൽ. അല്ല, ലിവർ നന്നാകാനല്ലേ അത് കുടിക്കുന്നത്. ലിവർ നന്നാവാന് അവള് പോകുന്നിടം വരെ ഞാനുണ്ടാവും. ഞാൻ പോകുന്നില്ല. നിന്നെ ഞാൻ കൊല്ലും, വെട്ടിക്കൊല്ലും. വെട്ടി കൊന്നിട്ട് വെടി ഇടേണ്ടി വരും, അല്ലാണ്ട് ഞാൻ പോകും. കൊടുവാളുണ്ട്, നല്ല കൊടുവാളം എടുത്തൊരൊറ്റ കേസ്. നിന്നെ കൊന്നിട്ട് ഞാൻ ജയിലിൽ പോയി ഒരു 15 കൊല്ലം കിടക്കാം. ഇനിയും 15 കൊല്ലോ? ആ, ഇപ്പൊ ഇവിടെ കിടന്നൂടെ? അങ്ങനെ വെട്ടിക്കൊന്ന് അവിടെ പോയി കിടക്കണം എന്തിന്? ഇതിന് ഇങ്ങനെ അല്ലാതെ തന്നെ എന്താ ചെയ്യാ? നീ ഇരിക്കും അവിടെ കുഴപ്പമൊന്നുമില്ല, അവിടെ ഇരുന്നത്. അച്ഛൻ ഇരിക്കണമെന്നില്ല. അച്ഛൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഭ്രാന്താകാണ്. ഇപ്പം എനിക്കിപ്പോ ഇതാണ് വെള്ളം അടിക്കാൻ ഒരിക്കൽ തന്നെയാണ് ഇപ്പോഴത്തെ പണി. എന്തിനാ ആലോചിക്കണത്? ചുമ്മാ ആലോചിച്ചോണ്ടിരിക്കണ. ഉണ്ടായിട്ടല്ല, ഇതൊക്കെ ഇങ്ങനെ കാണും. അച്ഛൻ വഷളായി വരെയാണല്ലേ? ടെൻഷൻ ക്ലിയറില്ല. ഒന്ന് സൗണ്ട് ക്ലിയർ അല്ലേ? ഇത് ഞെക്കുമ്പോൾ അതായി. എന്താ കംപ്ലൈന്റ്? ഒന്ന് നോക്ക്, കംപ്ലൈന്റ് പറ. നോക്കി ശരിയാക്കി. എന്താ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാലേ നോക്കി ശരിയാക്കാം. എനിക്കറിയില്ല. ഇതാണ് അച്ഛന്റെ കുഴപ്പം. എന്തിനാണ് അസുഖം എന്ന് അറിയാതെ ചുമ്മാ മരുന്ന് തരണം. അതേപോലെ ഫോണിന്റെ കംപ്ലൈന്റ് പറഞ്ഞാലേ നോക്കാൻ പറ്റുള്ളൂ. വിളിച്ചാൽ കേൾക്കുന്നുണ്ടോ? വിളിച്ചാൽ കേൾക്കും, പക്ഷെ അങ്ങോട്ട് വിളിക്കാൻ പറ്റുന്നുണ്ടോ? കോൾ ലോക്ക് എന്നാ പറയുന്നത് എപ്പോഴും. കോൾ ലോക്കാ എന്നുവെച്ചാ ബിസി എന്നാ? ബിസിയല്ല, പിന്നെ കോൾ ലോക്ക് എന്ന് ഇവിടെ എഴുതി കാണിക്കും. കോൾ ലോക്ക് എന്ന് പറഞ്ഞാ എന്താ? അത് ലോക്ക് നോക്ക്, ഇപ്പൊ ഒന്ന് നോക്കിയിട്ട് കംപ്ലൈന്റ് ഒന്ന് പറ. മുഖത്ത് കൊണ്ടുപോയി അറിയണം. എന്ത് കണ്ണട? മാറി കണ്ണട അച്ഛനല്ലേ നോക്കിയെടുത്തത്? അല്ല, പിന്നെ കൊണ്ടുതന്ന ഓനല്ല, നമ്മളവിടെ നിന്ന് നോക്കിയിട്ടില്ല. കാണാൻ പറ്റുന്നില്ല. നമ്മുടെ സാമ്പിളല്ലേ കാണിച്ചോളൂ. എന്ത് പറ്റി? കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നല്ല, ഗ്ലാസ് ഊരി പോവാ. ക്ലാസ് ഊരി പോണ? ശരി, പറയാം. എന്തൊരു കഷ്ടമാണ്. തറയിൽ നിൽക്കണില്ലല്ലോ ഇത് പെട്ടെന്ന് ഇതൊരു നൂലാണ് ഇവിടെ. അതിങ്ങോട്ട് ഇതിൽ നിന്ന് എടുക്കുമ്പോ ഒരു ഗ്ലാസ് കാണാൻ. ഇനി കംപ്ലൈന്റ് പറ. ഇവിടെ നിക്കാനേ പറ്റുന്നില്ല എനിക്ക്. നല്ല മണം അടിക്കും. ഞാൻ മണക്കണ്ടെന്നാ? കോൾ ലോക്ക്. കോൾ ലോക്കാ? കോൾ ലോക്ക് എന്നല്ല അത്, കോൾ ലോഗുകൾ എന്നുവെച്ചാ കോണ്ടാക്റ്റുകൾ. കോൾ ലോക്ക് എന്നല്ലേ? ഇതിനൊക്കെ ഒന്ന് ശരിയാക്കി അതിന്റെ വൈബ്രേഷൻ മാറ്റി ഇങ്ങോട്ട് തരാം. എന്ത് ശരിയാക്കാനെന്ന്? വൈബ്രേഷൻ എന്തിന്റെ? ഇത് കോൾ ലോഗുകൾ എന്ന് പറഞ്ഞാൽ കോൾ ഹിസ്റ്ററി എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അല്ല, കോള് വരുമ്പോ കിറുകിറുന്ന് ഒരു ഇരപ്പ് കോൾ വരുമ്പോഴാ. ഒന്ന് ഫോണിന് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കംപ്ലൈന്റ് ആക്കാൻ പറ്റണമൊന്നുമില്ല. ഇതിന് കംപ്ലൈന്റ് ഇപ്പൊ എന്താണെന്ന് പറ. അതിനിപ്പോ എനിക്ക് എന്റെ വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ എന്ന് വെച്ചാൽ കോൾ വരുമ്പോ വൈബ്രേഷൻ. കോള് വരുമ്പോ കിറുകിറുന്ന ഒരു അതതിന്റെ കൂട്ടത്തിൽ ഉള്ളത് തന്നെ. അങ്ങനെ വരില്ല, അങ്ങനെ ഇല്ലായിരുന്നു ഇതുവരെ. സൗണ്ട് ഇല്ല അപ്പൊ? സൗണ്ട് ഉണ്ട്, വൈബ്രേഷനും ഉണ്ട്. വൈബ്രേഷൻ കംപ്ലൈന്റ് അല്ല. കംപ്ലൈന്റ് അല്ല, പക്ഷെ അത് പാടില്ല. എന്ത് പറ്റി? അത് വെള്ളം വിശർക്കുന്നു. ഇവിടെ നിന്ന് ഉരുവാണ്. എന്തൊരു കഷ്ടമാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ ഇപ്പം റൂം വരുന്ന മാസം വേറെ നോക്കട്ടെ. നോക്കിക്കോ. അച്ഛന് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം. അതല്ല, അതെന്ന് വെച്ചാൽ അച്ഛനിപ്പോ എവിടെ വേണോ, ഞാൻ എന്തിനാണ് മറ്റുള്ള അച്ഛന് ഇഷ്ടപ്പെട്ട ആഹാരം വാങ്ങിച്ച് കഴിക്കാം, ഇഷ്ടപ്പെട്ട മീൻ വാങ്ങാം, ഇഷ്ടപ്പെട്ട താമസിക്കാം, എല്ലാം. വരുമ്പോ ഒരു ഇറച്ചിക്കറി വാങ്ങി വന്നൂടെ പാവപ്പെട്ടവന്? ഇറച്ചിക്കറിയാ? ടച്ചിങ്സ് ആയിരിക്കും ഉദ്ദേശിച്ചത് അല്ലേ? അത് നമുക്ക് മനസ്സിലായി. ടച്ചിങ്സ് ആയിരിക്കും ഉദ്ദേശിച്ചത്. ചോറ് തിന്നാൻ. ചോറ് തിന്നെ ആർക്ക് ഇറച്ചിക്കറി? ആഴ്ചയിൽ ഒരു 10 ദിവസമൊക്കെ കൂടുമ്പോ അച്ഛൻ സാധനം മേടിക്കാൻ ഇവിടെ ജംഗ്ഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇവിടെ ആരാ പറഞ്ഞവിടെ എനിക്കുള്ള പോകാൻ പറ്റും? പല്ല് പോലും ഇല്ല. ഇറച്ചി ഇല്ല, ഞാൻ അങ്ങനെ ശീലിച്ചതാണ്. ഇറച്ചി മീനും ഇല്ലാതെ ഞാൻ ആഹാരം കഴിക്കാറില്ല. എന്താണമ്മ?
അങ്ങനെ തന്നെയാണ്. ഇറച്ചി വേണം. ഇറച്ചി വേണം, ഇറച്ചി തിന്നു. ഇറച്ചി ഇവിടെ മീൻ വാങ്ങുന്നില്ലേ? മീൻ മേടിച്ചിട്ട് വേണം. മീൻ വാങ്ങാറില്ലേ? ഇറച്ചി ചൂട് തന്നെ അപ്പം മൊത്തത്തിൽ ഭയങ്കര ചൂടാണ്. പിന്നെ 10 ദിവസം ചൂടാണ്. 10 ദിവസം ചൂടാണ്. ഒരുപാട് കൂടുതലാണ്. വെളിയിലിറങ്ങിയിരിക്കും. കറണ്ട് വരെ കട്ടാണ്. ഈ വീട് നോക്കിയത് ആരാണ്? ഞാൻ തന്നെ നോക്കി. അച്ഛൻ ഇഷ്ടപ്പെട്ടിട്ടല്ലേ നോക്കിയേ? ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എങ്ങനെയാ അന്നേരം ഇഷ്ടപ്പെട്ടു. അമ്മ ഇവിടെ വീട് ഒന്ന് കാണാൻ വന്നിരുന്ന കാണിച്ചില്ല? കാണിച്ചിരുന്നെങ്കിൽ പറയുമായിരുന്നല്ലേ? ഞാൻ പറയുന്നു പറ്റൂല പറ്റൂല എന്ന് പറയുമായിരുന്നല്ലേ? ഓ അതായത് അമ്മ പറയുമായിരുന്നുണ്ടോ? അത് തന്നെ. അപ്പൊ ഒറ്റയ്ക്ക് അച്ഛൻ വന്ന് നോക്കി, അമ്മയെ കൊണ്ട് കാണിച്ചിരുന്നെങ്കിൽ അമ്മ അപ്പൊ തന്നെ പറഞ്ഞു എന്നെ വീട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അല്ലേ? അപ്പൊ ഇനി അടുത്ത വീട് കാണാൻ പോകുമ്പോ അമ്മയും കൊണ്ട് പോണല്ലേ? അറ്റാച്ചഡ് ബാത്റൂം ഇതൊക്കെ ഉണ്ടല്ലോ എന്ന് വെച്ചാൽ എടുത്താണ്. ബാത്റൂമിൽ പോയാൽ 18 ബക്കറ്റ് വെള്ളം പോവില്ല. അത് അടഞ്ഞേക്കാം. രാവണപ്രഭയിൽ മോഹൻലാൽ വെള്ളത്തിൽ കിടക്കൂല, അതുപോലെ കിടക്കണായിരിക്കും. ആകെ പ്രാന്തായി. എന്താണമ്മ? കേട്ടാ മറ്റേ വീട്ടിലായിരുന്നപ്പം അതുവഴി ഇതുവഴിയൊക്കെ ആൾക്കാർ പോകും, ചോദിക്കാനും പറയാൻ ആളുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്നിടത്ത് അച്ഛനല്ലേ വലിച്ച് ഇവിടെ കൊണ്ടിട്ടത് അമ്മേനെ. ഒരു കാര്യം ഞാൻ തന്നെ അടുത്ത് പുറത്തുള്ള അവിടെ എന്തോരം ആൾക്കാരുണ്ടായിരുന്നല്ലേ, അതുവഴി പോണവരുണ്ടായിരുന്നു, കാറ്റും വെളിച്ചമൊക്കെ കയറുമായിരുന്നു. ഇപ്പൊ എന്തായി? ഇപ്പൊ ചൂടുകൊണ്ട് മനുഷ്യരും ഇല്ലാത്ത സ്ഥലത്തായി. കരിവാളിച്ചല്ലേ? എന്തായാലും നോക്കാം, വേറെ വീട് നോക്കി മാറാം. എന്തായാലും ഞാൻ പുതിയ വീടിന്റെ വിശേഷങ്ങളും പുതിയ വീടൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. അപ്പോഴേക്കും ഈ വീട് മാറി അടുത്ത വീട്ടിലോട്ട് പോകണല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ ദിവസവും ഈ വീട് മാറുന്ന ബ്ലോഗായിരിക്കും ഇട്ടോണ്ടിരിക്കേണ്ടത്. എനിക്ക് വയ്യ. ഒരു 5 മാസമെങ്കിലും ഒരിടത്ത് താമസിക്കണം അല്ലേ? വേണ്ട, എന്ന് ഈ വാരി കെട്ടിക്കൊണ്ട് നടക്കാൻ പറ്റുമോ? എനിക്കൊരു പാത്രം വെക്കാൻ പറയില്ല. ഇതിപ്പോ ആരുടെ അച്ഛൻ ഈ കുറ്റം പറയണ? ഈ കുറ്റങ്ങൾ പറയണ ആരുടെ? അച്ഛൻ വന്ന് ഇഷ്ടപ്പെട്ടെടുത്ത വീട്. ഞാൻ എന്താ കണക്കോട്ടെ ഒരു സ്ലാബ് ഇത് എപ്പോഴാണ് ഇതെന്തിനു പൊളിഞ്ഞു വീണെന്തിന്? ടെറസല്ലേ? ടറസ് ഇതൊന്നും പൊളിഞ്ഞു വീഴൊന്നുമില്ല. അവിടെ പോയി നോക്ക്. പൊളിഞ്ഞു വീഴ ടെറസിട്ട വീടല്ലേ? ടറസിന്റെ ഒരു കാലാവധി ഉണ്ട്. അത് കഴിഞ്ഞ ടറസങ്ങ് പോവും. അത് വെടിച്ചത്, അത് വെടിച്ചതൊന്നും അത് ഇടിഞ്ഞു വീഴൂല. അത് വെടിച്ചതാണ്. അതുപോലെ ഇത് അറ്റാച്ചഡ് ബാത്റൂമാണ്. അതിൻ്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുമോ? അക്കത്തിൽ പോയി കഴിഞ്ഞാൽ 5 ബക്കറ്റ് വെള്ളം ഒഴിക്കണം. അത് ആ ടാങ്ക് ലീക്കാണ്. പറയണം. അല്ല, ഈ വെള്ളം പോയി കഴിഞ്ഞാൽ എന്റെ അവസ്ഥ എന്താണ്? അത് ഹൗസ് ഓണർ പറയണം. കൊടുക്കണം. ശരി തന്നെ. അല്ല, മര്യാദയ്ക്ക് ആ വീട്ടിൽ അമ്മ കിടന്നതായിരുന്നു. അമ്മയെ വിളിച്ചോണ്ട് ഇവിടെ വന്നതാണ്ട് പാവ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്നു. ഇനി എന്തായാലും നോക്കാം, വേറെ അടുത്ത വീട്ടിലോട്ട് പോവാ അല്ലേ? അല്ല എന്ത് പറയാ? അമ്മ വിഷുവല്ലേ, കൈ നീട്ടാം ചോദിച്ചു വെച്ചോട്ടെ. എന്നിട്ട് കുടിക്കാനായിരിക്കും. കളവാ നോക്കിക്കോ. ഞാൻ ഇവിടെ കള്ള് കുടിക്കാൻ പൈസ ഒന്നും വേണം. അന്ന് എടുത്ത 15-3-4 രൂപ കഴിഞ്ഞ് ബാക്കി ഉണ്ടാവും. ബാക്കിയൊക്കെ കൊടുത്തോളൂ. അച്ഛൻ കൈ നീട്ടാം. എൻ്റെ മക്കൾക്ക് അതിനിപ്പം ഞാൻ എന്ത് ചെയ്യും? അവിടെ ഉണ്ട്, അവിടെ ഉണ്ട്. പൈസ ഒന്നും വേണ്ട, അച്ഛൻ അവിടെ ഇരുന്നോ. അല്ല, അതല്ല, അത് എൻ്റെ കുട്ടിക്ക് അതൊന്നല്ലേ. ഞാൻ തന്നെ എന്തായാലും എടുക്കാൻ പോയിക്കണം. കൊണ്ടത് കുഴപ്പമില്ലല്ലേ? അമ്മക്ക് വിഷമമുണ്ടോ ഇവിടെ താമസിക്കണില്ല? ഇപ്പം ഇഷ്ടായില്ല അല്ലേ? നമുക്ക് വേറെ വീട്ടിൽ പോവാം കേട്ടോ. ചേട്ടനെ കൊണ്ട് ഇത് ചെയ്യാൻ നോക്കണേ. അമ്മയ്ക്ക് നല്ല വിഷമമുണ്ട് കേട്ടാ ഇവിടെ താമസിക്കുന്നതിൽ. അപ്പൊ എന്തായാലും പെട്ടെന്ന് തന്നെ വീട് നോക്കിയിട്ട് നമുക്ക് അടുത്ത വീട്ടിലോട്ട് പോവാം. അഡ്വാൻസ് ഒന്നും കുഴപ്പമില്ല. നമുക്ക് വീട് എത്ര പറയണേ? 20 പറയണേ? നമുക്ക് എടുക്കാം. വേണ്ടേ? അഡ്വാൻസ് എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ വീട് മാറുമ്പോൾ തിരിച്ചു തരണ സാധനമാണ്. അത് അവിടെ തന്നെ ഇരിക്കും. മനസ്സിലായ? വീട് കിട്ടൂല, അതാദ്യം മനസ്സിലാക്കണം. വീട് നമുക്ക് കിട്ടും.
ഞാൻ ഇവിടെ അന്വേഷിച്ച അവിടെ വാടക എത്രയാണ് 20 രൂപയുടെ ഇടയിൽ? 450 450? അല്ല 4500. 4500 ആണെങ്കിൽ 15,000 രൂപ അഡ്വാൻസ് വരത്തുള്ളൂ, 20 രൂപ അഡ്വാൻസ് വരത്തില്ല. ഞാൻ പറഞ്ഞു 4000 രൂപ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആക്കിക്കോളാൻ പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞു? അവര് ആക്കി തരാറുണ്ട്. നമ്മുടെ ഇവര് 15,000 രൂപയ്ക്ക് അഡ്വാൻസ് വരുള്ളൂ, അത് കൊടുക്കുക. കാരണം 3 മാസത്തേണ് അഡ്വാൻസ്. പിന്നെ 5000-ന്റെ ഒരു വീടുണ്ട്, ഒറ്റ വീടാണ്. അതിൻ്റെ അവിടെ അത് ഒറ്റ വീട്ടില് നല്ലത്. ഒറ്റയ്ക്ക് അല്ല, ഒറ്റ വീട്ടിൽ നമ്മൾ പോയി ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഒന്ന് പുറത്തേക്കണം പോകണമെന്ന് വെച്ചാൽ എന്ത് ചെയ്യും? അച്ഛൻ എവിടെ പുറത്ത് പോണത്? എനിക്ക് വീടിൽ പച്ചക്കറിയോ മറ്റേ അത് പൂട്ടിയിട്ട് പോയാ പോരെ അല്ലേ? പോരെ, പൂട്ടിയിട്ടിട്ട് പോയാ പോരെ. പോകുന്ന പരിപാടിയില്ല. എന്നാ പിന്നെ അപ്പൊ ഇവിടെ ആണെങ്കിൽ എന്ത് ചെയ്യും? ഇവിടെ പിന്നെ അയാളുണ്ടാവും. അത് കണ്ടവനല്ലേ, എന്തിനച്ഛ ഈ പറയണത്? അച്ഛനാ പേടിയുള്ളവനല്ല. അങ്ങനെയല്ല, അമ്മയെ ഏൽപ്പിച്ച് അച്ഛൻ പോകും. അമ്മ ഏൽപ്പിച്ചിട്ട് പോണത് അവിടെ ഇരിക്കും. അമ്മ ഏൽപ്പിച്ചിട്ട് പോണത് വല്ല വരുത്താണ്. ഒരു കുഴപ്പമുണ്ട് നമുക്ക്. മറ്റേതാകുമ്പോ നമ്മുടെ സ്വന്തം ഒരു ഒറ്റ വീടാകുമ്പോഴേ അവിടെ ആരും കയറി വരും. ഈ കള്ളന് താക്കോലേൽപ്പിക്കും പോലെ. ഇതൊന്നും ഇയാള് വെറും സുത്തന കൂട്ടായ അങ്ങനെയുള്ള ഒരു ചിന്തകളോ ഇതൊന്നുമില്ല. ഒരാളെ മനസ്സിലാക്കാൻ എനിക്ക് ഒരു സെക്കൻഡ് മതി. ഓക്കെ, അവൻ്റെ സ്വഭാവം എന്താണ്, അവൻ്റെ രീതി എന്താണ്, ഇതൊക്കെ നമുക്ക് സെക്കൻഡ് കൊണ്ട് മനസ്സിലാവും. അയാൾ പുറത്തുപോയി. ഞാൻ ഇന്ത്യ ലോകം മുഴുവൻ കളഞ്ഞ മനുഷ്യനാണ്. എല്ലാ ആൾക്കാരെയും കണ്ട് കേട്ടും പരിചയപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഇന്ത്യക്കാരൻ എങ്ങനെയാണ്, ഇംഗ്ലീഷുകാരൻ എങ്ങനെയാണ്, മറ്റവൻ എങ്ങനെയാണ്, മറാഠി എങ്ങനെയാണ്, ഇത് മുഴുവൻ എനിക്കറിയാം. അവരുടെ സ്വഭാവം എന്താണ്, അവരുടെ പെരുമാറ്റം എന്താണ്, ഇത് മുഴുവൻ പഠിച്ചത്. പിന്നെ നമ്മുടെ കേരളക്കാരൻ്റെ ഇതിൻ്റെ ഇതൊക്കെ ഒരു ശബ്ദം നമ്മളങ്ങോട്ട് ചെല്ലുകയാണെങ്കിൽ അതൊക്കെ നനച്ച് മാറി നമുക്ക് എപ്പോഴും പുറത്തിരിക്കണം. ഈ 8-ാം തീയതി വന്ന് 8-ാം തീയതി കഴിഞ്ഞ് ഇനി അടുത്ത മാസം 8-ാം തീയതി. ഇന്ന് അമ്മ പോയിട്ട് വരാമേ. ടാറ്റ. ഓക്കെ, സുഖമായിട്ടിരിക്കണം കേട്ടോ. നമുക്ക് വേറെ വീട്ടിലോട്ട് മാറാം കേട്ടോ, വിഷമിക്കണ്ടേ. ഓക്കെ, നമുക്ക് അടുത്ത വീട് നോക്കുമ്പോൾ അമ്മയും കൂടെ കൊണ്ടുപോയി നല്ലൊന്ന് വീട് മാറ്റി എടുക്കാം. ഈ അച്ഛനെ അതാണ്, അത് അച്ഛൻ ഒറ്റയ്ക്ക് നോക്കിക്കൊണ്ടാണ്. നമ്മൾ പറഞ്ഞില്ല, വീടൊക്കെ മാറിയത് തന്നെ നമ്മള് അവര് ഹൗസ് ഓണറെ വിളിച്ച് പറഞ്ഞപ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല തന്നെ. നമ്മൾ കയറി കണ്ടപ്പോ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പോട്ടമ്മേ, ശരി ശരി. അമ്മ വിഷമിക്കണ്ട കേട്ടാ. നല്ല പറമ്പൊക്കെ ഉണ്ടല്ലേ, മുറ്റത്തൊക്കെ സ്ഥലമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, വീടൊക്കെ കൊള്ളാം. നമുക്ക് അകത്ത് നമുക്കൊരു സൗകര്യമുണ്ട്. ഒരു കിച്ചണില് പാത്രം വെക്കാൻ അത്യാവശ്യം ചോറ് വെച്ച് അങ്ങോട്ട് ഒന്ന് മാറ്റാനുള്ള ഒരു സൗകര്യം. പിന്നെ എന്താ ചെയ്യാം? അന്ന് ഞാൻ കണ്ടപ്പോഴേ നമുക്ക് അത്ര ബോധിച്ചില്ല. പിന്നെ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ, അച്ഛൻ്റെ ഇഷ്ടം അത്രേ ഉള്ളൂ. പോട്ടെ, എന്തായാലും അപ്പൊ ഞാൻ വേറെ നോക്കുക, മാറും, അത്രേ ഉള്ളൂ. പൈസ നല്ല വാങ്ങിക്കോളാം. ഓക്കെ, ശരി ശരി. ഓക്കെ, പോയി ടാറ്റ. ഇനി എന്നാ വരിക? നമുക്ക് അടുത്ത വീട് മാറില്ലെങ്കിൽ ഞാനില്ല ഇവിടെ. അല്ല, അടുത്ത വീട് മാറുന്നതിന് വരാം. അമ്മ ചിരിക്കുന്ന അവിടെ നിന്ന്. അല്ല, അടുത്ത വീട് മാറുമ്പോ വരാന്ന്. 2 ദിവസം ഉണ്ടാവില്ല, നിക്കാൻ പറ്റൂല. കറി വാങ്ങിണ്ടോ? താറാവല്ലേ മേടിച്ചല്ലോ. താറാവ് നല്ല തണുപ്പായിരിക്കും. എനിക്കതൊന്നും പറ്റില്ല. ബീഫ് അങ്ങനെയുള്ളതൊന്നും നടക്കില്ല. താറാവാണെങ്കിൽ നല്ല. ഇതിപ്പം മാറും. ഞാൻ നൈസത് വാങ്ങാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. നിങ്ങൾ വരുമ്പോൾ അത് വാങ്ങി തരാൻ പറഞ്ഞാൽ മതിയായിരുന്നു. വേർക്കൊണ്ടാണ് ഈ ചുമ നിൽക്കുന്നില്ല. തൊണ്ടയിൽ ഇപ്പോൾ ഉച്ചയ്ക്കൊന്നും വെയിൽ കൊള്ളരുത്. വെയിലെന്ന് പറഞ്ഞാൽ 10 ദിവസം വെയിൽ കൊള്ളാനേ പാടില്ല. 3 മണിക്ക് 4 മണിക്ക് ശേഷം പുറത്തിറങ്ങാവും. അതൊക്കെ കൺട്രോൾ ചെയ്യാം. അവനവൻ്റെ തടി അവനെ നോക്കാം. ഇതാരായി പറയണേ? അടിപൊളി. അച്ഛൻ ഇങ്ങനെ ആയാലും അച്ഛൻ എത്ര മെലിഞ്ഞാലും ആനയുടെ വില ഇന്നുണ്ട്. അതറിയാം. ആരോഗ്യം നോക്കണം. കയ്യിൽ എന്തിനാണ് ഇരിക്കണത്? അച്ഛനെ പറ്റി എനിക്ക് അറിയില്ല. അച്ഛൻ കളിക്കും. ഇപ്പോഴും ഒരുത്തൻ എൻ്റെ അടുത്ത് നിന്നിട്ട് എന്താടാന്ന് ചോദിച്ചാൽ നീ ആരാണടാന്ന് ചോദിക്കാൻ ഇവിടെ ചെങ്കുറ്റം അച്ഛനുണ്ട്. അറിയോ?
അച്ഛൻ കൈ നോർത്ത് കൊടുത്താൽ അത് താങ്ങാൻ അവന് ശേഷി ഉണ്ടാവില്ല. എന്നെ നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ കുട്ടി ചെറിയ മോൻ, അനക്ക് ഇത്രയും തടിയൊക്കെ ഉണ്ട്. എന്നെ ഒരടി അടിച്ചിട്ട് എനിക്ക് അതുകൊണ്ട് പോകാൻ പറ്റുമോ? അത് പറ്റില്ല, അമ്മ തിരുട്ടി വെക്കൂല ഇവിടെ. ഞാൻ ഒന്നും ചെയ്യില്ല. പിടിച്ച് വേണ്ട, കാലകഥ വേണ്ട. ഞാൻ ഒന്നും ചെയ്യില്ല. അടിക്കുന്ന അടി ഇങ്ങനെ പിടിക്കും. വേണ്ട, പിടിച്ചിട്ട് ഒരു കുടച്ചില് കോഴി അവിടെ തീർന്നു. വേണ്ട, റിസ്ക് എൻ്റെ കുട്ടി എൻ്റെ പൊന്നുമൊന്നും വരാതിരിക്കട്ടെ. നോക്കിയാണ്. ചായ ഇട്ടാ? ചായ ഇട്ട് കുടിച്ചാ? ചായ കുടിക്കുന്ന സമയമായ? അത്രയും സഹിക്കാതെ വരുന്ന വാക്ക് പറഞ്ഞാൽ മാത്രം എൻ്റെ വലത്തെ കൈ കൊണ്ട് ഞാൻ വലത്തന്നെ അടിക്കും. പോട്ടെ, അതൊന്നും പ്രശ്നമില്ല. എനിക്കുള്ള ഇതുണ്ട്. ഇപ്പൊ ചായ കുടിച്ചാ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നും. ഇപ്പൊ ചായ ഇട്ട് അമ്മയ്ക്ക് കൊടുക്കും. പോണേ. അച്ഛനെ കാണാതെ ഇപ്പൊ തപ്പി പറഞ്ഞു. എവിടെ ഉണ്ട്? ഏട്ടനുണ്ട്. ഏട്ടൻ പോകുന്നില്ല. ഏട്ടൻ ജനശതാബ്ദിയിൽ നിൽക്കുകയാണ്. മീശയൊക്കെ ഒന്ന് പിടിച്ച് വെക്കണം. ഇവിടെ സമയമില്ല. മീശയൊന്ന് പിരിക്കോ? മീശ പിരിക്കണ്ട. മീശയും വെട്ടിക്കളഞ്ഞു. എന്ത് പറ്റി? പകുതി വെട്ടിക്കളഞ്ഞു. പക്ഷേ ഇങ്ങനെ വലിയ മീശ ആൾക്കാർ കാണുമ്പോൾ പേടിക്കും. ഓക്കെ, അതാ പോണു. ശരി, അപ്പം നമ്മൾ പോയിട്ട് വരാം. ആയിക്കോട്ടെ. ഓക്കെ, അപ്പം അടുത്ത വീട് മാറല് കാണാം. ബൈ.